വയനാട്ടിൽ അധ്യാപകൻ വിദ്യാർത്ഥിയെ മർദ്ദിച്ചതായി പരാതി. കൽപ്പറ്റ SKMJ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് അധ്യാപകന്റെ മർദ്ദനമേറ്റത്. വിദ്യാർത്ഥി കൈനാട്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. 9ാം ക്ലാസ്സിൽ മലയാളം എടുക്കുന്ന ഒരു സാറുണ്ട്, പേര് അരുൺ എന്നാണ് പേര്. ഒരു കുട്ടീനോട് ഒരു ചോദ്യം ചോദിച്ചു. അപ്പോൾ ആ കുട്ടി തിരിച്ചുത്തരം പറഞ്ഞപ്പോൾ കുറച്ച് കുട്ടികൾ സാറിനെ നോക്കി കൂക്കിയപ്പോൾ സാർ അവിടെ നിന്ന് പോയപ്പോൾ ഞാനാണ് കൂക്കിയെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എന്നെ പിടിച്ചിട്ട് അടിച്ചിട്ട് ഇവിടെ ഒരു ക്ലിപ്പുണ്ട്, ആ ക്ലിപ്പ് ഇളകി വന്നു. അത് കഴിഞ്ഞിട്ട് കോളർ പിടിച്ച് കോളറൊക്കെ പൊട്ടി, ബട്ടൺസൊക്കെ പൊട്ടി, വലിച്ചിട്ട് മൂപ്പര് അത് ബെഞ്ചിലേക്ക് എടുത്തെറിഞ്ഞു. എന്നെ ബെഞ്ചിലേക്ക് എടുത്തെറിഞ്ഞിട്ട് ഇപ്പോൾ പുറത്ത് ബെഞ്ചിന്റെ കോർണർ പുറത്ത് കൊണ്ടുപോയിട്ട് നല്ല പെയിനുണ്ട് പുറത്ത്. സമീർ C. മുഹമ്മദ് വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്ന്. സമീർ, എന്താണ് ഈ കുട്ടിയുടെ പരാതി? ഇതിൽ സ്കൂൾ അധികൃതരുടെ ഈ അധ്യാപകന്റെ ഒക്കെ പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? വിജയകുമാർ, ഇന്ന് ഉച്ചയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിൽ ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു. അതിനിടെയാണ് അധ്യാപകനെ വിദ്യാർത്ഥികൾ കളിയാക്കി എന്നാണ് ഈ അധ്യാപകൻ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ആ ഒരു പ്രകോപനപരമായിട്ടുള്ള ആ ഒരു ഇടപെടലാണ് അധ്യാപകൻ ക്രൂരമായ മർദ്ദനം അഴിച്ചുവിട്ടത് എന്ന് വിദ്യാർത്ഥി പറയുന്നു. ഈ കുട്ടിയുടെ മുതുകിലും അതുപോലെ തന്നെ പുറത്തുമൊക്കെ കാര്യമായ രീതിയിൽ പരിക്കുണ്ട്. മാത്രമല്ല, ഈ കുട്ടിയുടെ താടിയെല്ലിൽ നേരത്തെ കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കമ്പി ഇളകി എന്നുള്ള കാര്യം കൂടി ഈ കുട്ടിയും രക്ഷിതാക്കളും പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കുട്ടി കൈനാട്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ആശുപത്രിയിൽ നിന്ന് ഇന്റിമേഷൻ പോയിട്ടുണ്ട്. സ്വാഭാവികമായും അധ്യാപകനെതിരെ കേസെടുക്കും, തുടർ നടപടികൾ ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. വിഷയത്തിൽ പ്രിൻസിപ്പലും ഈ അധ്യാപകനിൽ നിന്ന് വിശദീകരണം തേടിയിട്ടുണ്ട്. എന്തായാലും ദാരുണമായൊരു സംഭവം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം ആ വിധത്തിലാണ് ഈ കുട്ടി കാര്യങ്ങൾ പറയുന്നത്. അത്രമാത്രം ഈ കുഞ്ഞിന് പരിക്കേറ്റിട്ടുണ്ട്. ഈ വിദ്യാർത്ഥികൾക്കിടയിൽ വെച്ചുകൊണ്ടാണ് ഇത്തരമൊരു മർദ്ദനം ഉണ്ടായിട്ടുള്ളത്. പരിക്കേറ്റ വിദ്യാർത്ഥി കൈനാട്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. വിശദാംശങ്ങളാണ് സമീർ C. മുഹമ്മദ് പങ്കുവച്ചത്.